ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഏറെ വിവാദവും അല്ല ആരോപണം നിറഞ്ഞിരുന്നത് MS സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം സംബന്ധിച്ചാണ്. അതിൻ്റെ ഫൗണ്ടർ സിഇഒയും ഷുഹൈബാണ്, ഷുഹൈബാണ്. MS എന്ന് പറയുന്നത് ഷുഹൈബിൻ്റെ മുഹമ്മദ് ഷുഹൈബിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. അതാണ് MS സൊല്യൂഷൻസ്. എന്തായാലും ആദ്യമായിട്ട് ഈ വിവാദങ്ങൾക്ക് ശേഷം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷുഹൈബ് വരികയാണ്. നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് തന്നെ ചോദിക്കാം. ഷുഹൈബ്, ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പരീക്ഷയിൽ +1 മാത്സ്, 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ്, ഇന്നിപ്പോൾ കെമിസ്ട്രി, ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഇന്ന് കെമിസ്ട്രി എന്ന് പറയുന്നത് ഞാൻ 8 വർഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ട്യൂഷൻ സെൻ്ററുകളിലും ഓൺലൈനൊക്കെ ആയിട്ട് ക്ലാസ് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഈ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏത് ചോദ്യമാണ് ഫ്രഷ് ക്വസ്റ്റ്യൻ എന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നും അതുപോലത്തെ ക്വസ്റ്റ്യൻ എന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കത് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു ആരോപണം ഈ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ നോക്കിയത്. അപ്പോൾ അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ലൈവ് പോയത് ഏകദേശം 2 മണിക്കൂറോളമാണ്. ഈ 2 മണിക്കൂറിലും ഞാൻ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 2019 തൊട്ട് 2024 വരെ ഇവൻ ഓണം എക്സാം വരെയുള്ള ചോദ്യങ്ങൾ അതിനൊരു പാറ്റേൺ ഉണ്ട് സാറേ. അതിൻ്റെ 4 മാർക്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയകളുണ്ട്, ഗാൽവാനിക് സെല്ല്, ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ 3 മാർക്കിനും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 4 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അത് ആവർത്തിച്ച് ഓരോ വർഷങ്ങളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു പാറ്റേൺ ഉണ്ട്. ഈ ചോദ്യം 3 മാർക്കിന് എന്തായാലും ചോദിക്കണം, ഈ ഏരിയയിൽ നിന്ന് 3 മാർക്കിന് ചോദിക്കണം, 4 മാർക്കിന് ചോദിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ തന്നെ അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ ഇന്നലത്തെ ലൈവിൽ നിന്ന് മാത്രമായിട്ട് സെയിം ക്വസ്റ്റ്യൻസ് അല്ല, അതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 4ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. താങ്കൾ ഇന്നലെ പറഞ്ഞ ലൈവിൽ നിന്നും എത്ര ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്? ഒരു 4ഓളം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻസ്. അത് 4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡയറക്റ്റ് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് എയും ബിയും സിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ചോദിച്ചത് ഇപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിന് പകരം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. അതുപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് കാണുമ്പോൾ ഇത് ഇന്നലെ സാറ് പറഞ്ഞ ലൈവിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണല്ലോ. സംഗതി ആ ക്വസ്റ്റ്യൻ അല്ല, ആ ലൈവിൽ പറഞ്ഞ ഏരിയയാണ്. അപ്പോൾ ഈ ഒരു KSU ആരോപണം ഉന്നയിച്ചതും താങ്കൾ പറഞ്ഞ മേഖല എന്നുള്ളതാണ്, മേഖലയിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ബാക്കി 4 ക്വസ്റ്റ്യൻസ് വന്ന് ഡയറക്റ്റ് ഉള്ളൂ, ബാക്കി മേഖല. ഇതൊരു പ്രോബബിലിറ്റിയുടെ ഭാഗമായി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു റിസൾട്ടാണോ ശരിക്കും? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകളുടെ പ്രഡിക്ഷൻ വീഡിയോകളിൽ പറയപ്പെടുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, അത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിനെതിരെ വരുന്ന ആരോപണം എന്ന് പറയുന്നത്. ഇത് ശരിക്ക് രാത്രി 1 മണിക്ക് ശേഷമാണ് പ്രഡിക്ഷൻ എന്ന വീഡിയോ നമ്മൾ ചെയ്യാറുള്ളത്. ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ 7:30 മണിക്ക് ലൈവ് പോകും. അത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ്, അത് ഈ കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ളൊരു ഡയലോഗാണ് എൻ്റെ ഡയലോഗ്. അതുപോലെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് ഹെഡിങ് കൊടുത്ത് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ 100% എഴുതുന്നതിന് പകരം ഞാൻ പക്ക എന്ന് എഴുതുന്നു. പിന്നെ സാറേ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഷുവർ ക്വസ്റ്റ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് 100% ഉറപ്പ് എന്നാണ്. പ്രഡിക്ഷൻ എന്നാൽ പ്രവചനം മാത്രമാണ്, അത് 50% വരാതിരിക്കാം. അപ്പോൾ അത്രയും 100% ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ലൈവിൽ നിന്ന്, ഇപ്പോൾ ഈ കഴിഞ്ഞ കെമിസ്ട്രിയുടെ ഒരൊറ്റ ലൈവിൽ നിന്ന് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓവർ ക്വസ്റ്റ്യൻസ് അടക്കം ചോദിക്കപ്പെടുന്ന 50 മാർക്കിൽ നിന്ന് 46 മാർക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് സൈലം എന്ന് പറയുന്നത്. ഇന്ന് നടന്ന കെമിസ്ട്രിയിൽ നിന്ന് 50 മാർക്കിൽ നിന്ന് ഓവർ ക്വസ്റ്റ്യൻ അടക്കം 50 മാർക്കിൽ നിന്ന് 46 മാർക്കിന് സൈലത്തിലെ മിഥുല സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ മറ്റൊരു സഹപ്രവർത്തനം കൂടി എടുത്ത യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഇതുപോലെ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണോ? ഡയറക്റ്റും വന്നിട്ടുണ്ട്, പോലത്തും വന്നിട്ടുണ്ട്, ഇതുവരെ വരാത്ത ചോദ്യവും വന്നിട്ടുണ്ട്. അതാണ് എന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചത്. കാര്യം ഇന്ന് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ പിടിച്ചത് തന്നെ അതൊരു കാര്യം കാണിച്ചു തരാനാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിൽ B ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതുവരെ ചോദിച്ചിട്ടില്ല, 2019 ശേഷം ചോദിച്ചിട്ടില്ല. ഇതുവരെ ഒരു ക്രിസ്മസ് എക്സാമിനോ മോഡലിനോ മെയിനോ ചോദിക്കാത്തൊരു ചോദ്യമാണ് 8ാമത്തെ B ക്വസ്റ്റ്യൻ. എന്നാൽ ഇത് വരുമെന്ന് കൃത്യമായിട്ട് ലൈവിലും ഇന്നത്തെ അവരുടെ രാവിലത്തെ മോർണിംഗ് ലൈവിലും അവരുടെ ബൂസ്റ്റ് റിവിഷനിലും ഇത് കൃത്യമായിട്ട് അവർ പ്രവചിച്ചിട്ടുണ്ട്.
ഇത് CRT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണോ? ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല, ടെക്സ്റ്റിലുള്ള ഒരു സെന്റൻസ് മാത്രമാണ്. അതായത് 8B എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിനെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് വേറെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നതാണ്. ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നമ്മുടെ കെമിസ്ട്രിയുടെ 2019 തൊട്ട് 24 ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അതിൻ്റെ ആൻസർ ക്ലോറിന് അല്ലെങ്കിൽ SO2 HCl ആണ്. ഇത് SCRTയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, ഒരു ലൈൻ മാത്രമാണ്. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ എന്ന് അവർ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം താങ്കൾ പറയുന്നത് താങ്കളെക്കാൾ കൂടുതൽ പ്രഡിക്ഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് പ്രഡിക്ഷൻ മാത്രമാവണമെന്നില്ല. മേ ബി അതേ ചോദ്യങ്ങൾ അവർക്ക് നേരത്തെ കിട്ടിയതും ആവാം. എനിക്ക് അങ്ങനെ ഒരു സംശയം പറയാനുള്ള കാരണം ചോർച്ച നടന്നിട്ടുണ്ടാവാം അവരിലൂടെ. ആരോപണങ്ങൾ അത് നമ്മളല്ലല്ലോ തെളിയിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിന്റെ നിയമ നടപടികളുമായിട്ട് 2 വിദഗ്ധ സമിതിയെ നമ്മുടെ സർക്കാർ. തീർച്ചയായിട്ടും സംശയം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കെമിസ്ട്രിയുടെ അധ്യാപകന് തലേ ദിവസം ക്ലാസ് കുട്ടികൾക്ക് റിവിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗത്ത് അമോണിയയുടെ ഹേബർ പ്രോസസ്സ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് മാത്രമേ എല്ലാ വർഷവും ചോദിക്കാറുള്ളൂ. എന്നാൽ കേവലം കുറഞ്ഞ കഴിഞ്ഞ മോഡലും മെയിൻ എക്സാമിനും NO2 എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് കൃത്യമായിട്ട് ഇന്നലെ സൈലത്തിൻ്റെ മിഥുല സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ലേഡി ടീച്ചർ ഇന്നലെ ലൈവിൽ കൃത്യമായിട്ട് ഈ NH3യും NO2 പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ രാവിലത്തെ ബൂസ്റ്റ് റിവിഷനിൽ NO2 മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ഈ NO2 കൃത്യമായിട്ട് ഇന്ന് എക്സാമിന് വരികയും ചെയ്തു. അതുപോലെ തന്നെ സാർ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വാലൻസി എന്നാണ് ചോദിച്ചത്. സംയോജകത എന്നാൽ എത്രയാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ എക്സാമുകളിലും മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്രാ സൂത്രം കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്നലത്തെ ലൈവിലും ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്റ് റിവിഷനിലും സൈലത്തിലെ ഈ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കറക്റ്റ് ഡി ക്വസ്റ്റ്യൻ എന്താണോ ഇന്നത്തെ പരീക്ഷാ പേപ്പറിൽ വന്നത് ആ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ് സാർ. അപ്പം എൻ്റെ ഇന്നലത്തെ ലൈവ് നോക്കിയാൽ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ കാണുള്ളൂ. കാര്യം നാളെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആവർത്തിക്കുന്ന ആ ചോദ്യങ്ങൾ മാത്രമാണ് MS സൊല്യൂഷൻസിൽ ഷുവർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അത് ഇന്നലത്തെ ലൈവ് കണ്ട കുട്ടികൾക്ക് പറയാം. ഇപ്പോൾ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ MS സൊല്യൂഷനേക്കാൾ കൂടുതൽ പ്രഡിക്ഷൻസ് വന്ന സ്ഥാപനങ്ങളുണ്ട്, അതിലേക്ക് സർക്കാർ അന്വേഷണം പോകണമെന്നാണ്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ വാർത്തകൾ കാണുന്ന സമയത്ത് വലിയ സങ്കടമുണ്ട് സാറേ. കാര്യം ഞാൻ 2020 നമ്മുടെ കേരളം അടച്ചു പൂട്ടിയ സമയത്ത് കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വഴിയായിരുന്നു ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ ത്രൂ ക്ലാസ്സുകൾ കൊടുത്തുകൂടാ? കാര്യം എനിക്ക് ഓൾറെഡി എൻ്റെ ഒരു ബിരുദം എന്ന് പറയുന്നത് ഈ രസതന്ത്രം രസിപ്പിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പാട്ട് പാടിയിട്ടും കഥയിലൂടെയും കുറച്ച് കഥകളൊക്കെ പറഞ്ഞ ട്രിക്സിലൂടെയാണ് കുട്ടികളുടെ അവരുടെ വൈബിനനുസരിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരു സൂത്രവിദ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2020 കൊറോണ വന്ന സമയത്ത് 2023 വെറും 2 മാസം കൊണ്ട് മാത്രമാണ് 10ാം ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളിൽ പോയി ഉച്ചവരെ ഒരു ബാച്ച്, അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു ബാച്ച്, അങ്ങനെ പോയിട്ട് ആ 2 മാസം കൃത്യമായിട്ട് യൂട്യൂബിൽ ഞാനൊരു അഹോരാത്രം ഞാൻ ചെറിയൊരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് 1500 രൂപ മാസം കൊടുത്ത് അതിൻ്റെ കറണ്ട് ബിൽ അടിച്ച് ഒരൊറ്റ ഫോണും ഒരൊറ്റ ട്രൈപ്പോഡ് യൂസ് ചെയ്തിട്ടാണ് സാറേ ഞാൻ ക്ലാസ് എടുത്തത്. എന്നിട്ട് വരെ അങ്ങനെ പോയി 2021 ഫോക്കസ് ഏരിയ ഞാൻ പറഞ്ഞ പല ചോദ്യങ്ങളും ആ മെയിൻ എക്സാമിന് വന്നിട്ടുണ്ട്. അത്രയും കുട്ടികൾ എൻ്റെ ചാനലിലേക്ക് ആ ഒരു സമയത്ത് ഫോളോ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് 2022 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നി ഇതൊന്ന് എന്താ പറയുക ഒരു യൂട്യൂബിലൂടെ ലൈവായിട്ടും, അതുവരെ ലൈവുകളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, ലൈവ് കൊടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഒന്നുകൂടി ഈ സ്റ്റുഡിയോ റൂമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു എഡിറ്റിംഗ് അറിയുന്ന ഒരാളെ കൂട്ടി ഞങ്ങൾ 2 ആളും കൂടി 2022 ഒരുപാട് എന്താ പറയുക കുറേ ക്വസ്റ്റ്യൻസൊക്കെ അനലൈസ് ചെയ്ത് പല ക്ലാസ്സുകൾ, കോൺസെപ്റ്റ് ക്ലാസ്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്ത് കറക്റ്റ് 2022 ഈ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ അവരുടെ സംശയങ്ങളടക്കമാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമോ, CE മാർക്ക് കൊടുക്കുന്നുണ്ടോ, പിന്നെ JRCക്കൊക്കെ എത്ര ബോണസ് പോയിന്റ് ഉണ്ട്, പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഇഷ്യൂസുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു സ്ഥലത്ത് നിന്ന് പുതിയ സർക്കുലർ പുറത്തു വിടുമ്പോൾ അത് കുട്ടികളിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. അത് ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്കായിരിക്കും ആദ്യം എത്തുക. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ക്ലാസ്സുകൾ മറ്റേ ഈ ഒരു പ്രഡിക്ഷൻസ് മാത്രമല്ല നിങ്ങളുടെ ഏരിയ. പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി വന്ന അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതാണ്. പക്ഷേ ഈ പ്രഡിക്ഷനിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് പല യൂട്യൂബ് ചാനൽ മീൻസ് സൈലം പോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ 7:30 മണിയുടെ ലൈവ് അവരുടെ ലൈവ് 7 മണിക്ക് തുടങ്ങും. നമ്മൾ 9:30 വളരെ പെട്ടെന്ന് നിർത്തിയിട്ട് അവരുടെ ചാനലുകളൊക്കെ തുറന്ന് ഓരോ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ ഓപ്പൺ ആക്കി ഇവർ പറയും, ഒരു ഹിൻ്റ് ഇടും, മക്കളെ ഇത് പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ, അല്ല ഇത് നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണും.
അപ്പോൾ ആ ഒരു ഹിൻറ്റുള്ള ചോദ്യം മറ്റൊരു ചാനൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, ഈ ചോദ്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കാര്യം അവരും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് എന്നൊരു തമ്പനിയിൽ കൊടുത്തിട്ട് താങ്കൾ പറഞ്ഞു അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? അട്രാക്ട് ചെയ്യുക. ലീക്ക്ഡ് എന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. അതെ, അത് യൂട്യൂബ് മീൻസ് മീഡിയകൾക്ക് അറിയാലോ, ഇന്ന ആളും പിന്നെ മരണപ്പെട്ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പെടാം എന്നൊരു അർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളെ മരണപ്പെട്ടു നിങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല, തമാശയിൽ പറഞ്ഞതാണ്. കാര്യം എനിക്ക് അത്രയും എന്താ പറയുക ടെൻഷൻ അടിക്കുകയാണ്. കാര്യം ഞാൻ വാർത്ത തുടങ്ങുമ്പോൾ MS സൊല്യൂഷൻ എന്തുകൊണ്ട് ഇത്തരം വലിയ ഒരു ഭീമ കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ആ കാര്യം ഇപ്പോൾ ഈ കെമിസ്ട്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയാണ് താങ്കളുടെ പിന്നെ ചാനലിൽ വന്ന കണക്കിൻ്റെയും പിന്നെ +1 കണക്കിൻ്റെയും വന്നത്. അതിലും ഈ പ്രൊഡിക്ഷൻ രീതി തന്നെയാണ് ഉപയോഗിച്ചത്, വേറെ ഏതെങ്കിലും വന്നു എന്നുള്ളൊരു സംശയം അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത്. അതെ, തീർച്ചയായിട്ടും അതും നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈലി എക്സ്പേർട്ടാണ്. ബിടെക് ഉള്ള നല്ല രീതിയിൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന JEE അഡ്വാൻസ് ക്ലാസ് കൊടുക്കുന്ന അധ്യാപകനാണ് മാത്സിൻ്റെ സാറ്. ഇംഗ്ലീഷ് B.Ed ഒക്കെ കഴിഞ്ഞ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള, ഇവൻ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി ആ ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ് ഇംഗ്ലീഷിൻ്റെ അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അവർ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആരാണോ ഏറ്റവും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വീഡിയോ കണ്ടൻറ്റായി ചെയ്യുന്നത് അതായിരിക്കും കുട്ടികളെ കാണുക. കാര്യം കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞ ചോദ്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മളാണ് ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ കൊണ്ടുവരുന്നത്, പ്രവചനം. പക്ഷെ അത് ശരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറയുന്നത്. എങ്കിലും ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഈ 7 മണിയുടെ മറ്റ് സൈലം പോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ കഴിഞ്ഞ ലൈവുകൾ, അവരുടെ ലൈവ് നമ്മൾ ഓപ്പൺ ആക്കി അവർ ആ പറയുന്ന ഹിൻറ്റിലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ട് നമ്മളതൊരു ചെറിയൊരു വീഡിയോ ഫിൽട്ടർ ചെയ്ത് കൊടുക്കും. ആ വീഡിയോ 1 മണിക്ക് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് നിങ്ങൾ മറ്റു ചാനലുകളുടെ വീഡിയോകൾ കൂടി കണ്ടിട്ടാണ് ചെയ്തത്? തീർച്ചയായിട്ടും. കാര്യം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ എന്തായാലും നോക്കിയല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു അവർ നോക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടി നമ്മൾ നോക്കും. അങ്ങനെ കാര്യം കുട്ടികളെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അവിടെ പ്രൊഡിക്ഷൻ കൊടുക്കുക. ആ പ്രൊഡിക്ഷൻസ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ കൊടുക്കുമ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് ഒരു 1 lakh എബോവ് വ്യൂവേഴ്സ് വരുന്നു. കാര്യം ആ കുട്ടികൾ ആ ഒരു പ്രൊഡിക്ഷനിലേക്കല്ല വരുന്നത്, ഈ ചോദ്യങ്ങളെങ്കിലും മിനിമം പഠിച്ചിട്ട് പോയാൽ എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാമല്ലോ എന്ന ചിന്താഗതി. ഒരു ഘട്ടത്തിലും ചോർന്ന് കിട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അധ്യാപകർ വഴിയോ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല? അല്ല, അങ്ങനെയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും പ്രവചിക്കാമല്ലോ. ഞാൻ സിമ്പിളായിട്ട് പറയാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഞാൻ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണെങ്കിലും മാത്സ് ഫാക്കൽറ്റി ആണെങ്കിലും എല്ലാവരോടും, കാര്യം എൻ്റെ പ്ലാറ്റ്ഫോം തകരാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കും. കാര്യം ഇങ്ങനൊരു എത്തിക്സ് ഇല്ലാത്ത കളി നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ ഇവർ ഈ പ്ലാറ്റ്ഫോമുകൾ സൈലം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഫോളോ ചെയ്തത് കൊണ്ടാണ് ആ ഒരു പ്രഡിക്ഷൻ കൃത്യമായി വന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കും എന്നുള്ളതും നമ്മൾ എൻ്റെ ചാനൽ വഴി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളെ സമീപിക്കും, മറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണ അർത്ഥത്തിൽ സഹകരിക്കും അന്വേഷണവുമായിട്ട്? തീർച്ചയായിട്ടും. കാര്യം അവരെന്ത് ചോദിക്കുന്നുവോ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. കാര്യം കഴിഞ്ഞ ക്രിസ്മസ് എക്സാം മുതൽ ചോദ്യപേപ്പർ ചോർച്ച എന്നാണ് MS സൊല്യൂഷൻ എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് എൻ്റെ ചാനലിൽ ഒരു WB ആർട്സിൻ്റെ പ്രൊഫൈല് ഞാൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഒരു അധ്യാപകൻ ഡയറക്റ്റ് വിളിച്ചു, നിങ്ങളെങ്ങനെ ഒരു പ്രൊഫൈൽ ഡയറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യും? സത്യത്തിൽ ഞാൻ ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമേ എനിക്കുള്ളൂ, കുറേ ക്ലാസ് ഗ്രൂപ്പുകളുണ്ട്, പല സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റുഡൻസ് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. സാറേ, ഇത് എൻ്റെ സ്കൂളിലെ സാറ് ഗ്രൂപ്പിൽ അയച്ചു തന്നതാണ്, ഈ ക്വസ്റ്റ്യൻസൊക്കെ നാളത്തെ എക്സാമിനൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്ന കുട്ടി എന്താണോ അതിൽ പറഞ്ഞത് അത് തന്നെ ഞാൻ ബോർഡിലേക്ക് എഴുതി, മക്കളെ പ്രൊഫൈൽ WB ആർട്സ് ചോദിക്കും എന്ന് ഞാൻ പറയാം. കാര്യം എൻ്റെ ഡയലോഗ് അതാണ്, മക്കളെ നാളത്തെ ക്രിസ്മസ് എക്സാമിന് ഇത് ചോദിച്ചിരിക്കും. കാര്യം ആ പറയുമ്പോൾ കുട്ടി ഇത് ചോദിച്ചാലോ, അപ്പോൾ പഠിച്ചേക്കാം, അപ്പോൾ കിട്ടി പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുക. അപ്പോൾ WB ആർട്സ് വന്നപ്പോൾ ഞാനും ഞെട്ടി. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ആ കുട്ടി എനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ടിൽ ആ കുട്ടിയുടെ സ്കൂളിലെ അധ്യാപകൻ തലേ ദിവസം ഗ്രൂപ്പിലിട്ടത് എന്താ, പ്രൊഫൈൽ WB ആർട്സിൻ്റെത് ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നിങ്ങളുടെ പേരാണ്, പരാതിയിൽ വന്നിരിക്കുന്നത് MS സൊല്യൂഷൻസിൻ്റെ പേരാണ്. എന്തുകൊണ്ടായിരിക്കും ആ പേര് മാത്രം വന്നത്? ഞാനൊരു ചെറിയൊരാളായതുകൊണ്ട്
ഞാൻ കൊടുവള്ളിയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതുപോലെ കുറേ ഇൻവെസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ട്രൈപോഡ്, ഒരു മൊബൈൽ, ഒരു മൈക്കും, ഒരു ബോയോൻ്റെ ഒരു 850 രൂപയുടെ മൈക്കും വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇത്രയും എന്താ പറയുക, എന്നെ മറ്റുള്ളവരുടെ കണ്ടിൽ എനിക്ക് ഇൻവെസ്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്. അതിലൂടെ എനിക്ക് 13 ലക്ഷം വരിക്കാരെ കിട്ടി, അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കിട്ടി എന്നുള്ളതും കുറേ എന്താ പറയുക, ഈ ഒരു ഭീമമായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ നല്ല രീതിയിൽ ഹൈലി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയതും ഇതുപോലെ 13-14 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കാം മേ ബി എന്നാണ് എനിക്ക് അങ്ങോട്ടേക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ഒരു വളർച്ച ഇഷ്ടപ്പെടാത്ത മേ ബി അത് അവരുടെ ഗ്രോത്തിനെ ബാധിച്ചേക്കാം എന്നതുകൊണ്ട് എന്നെ അടിച്ചമർത്തുക എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എൻ്റെ ഈ ഒരു മേലേക്ക് വരുന്ന ഈ ഒരു ആരോപണങ്ങളൊക്കെ. വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ തമ്മിലൊരു തർക്കം അല്ലെങ്കിൽ അവർ തമ്മിലൊരു മത്സരമായിരിക്കോ, അങ്ങനെ അതിന് കാരണം എന്ന് കരുതുന്നുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. പിന്നെ മറ്റുള്ള എഡ്യൂക്കേഷണൽ പോർട്ട്സ് ഉണ്ടല്ലോ, ഈ ഓൺലൈൻ പോർട്ടൽ, അവർ തമ്മിലൊരു മത്സരം ആണ് ഇതിന് കാരണം എന്ന് കരുതുന്നുണ്ടോ? താങ്കൾക്കെതിരെ പരാതിക്ക് പിന്നെ? അതെ, എൻ്റെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പിന്നിലൂടെയുള്ള കളിയാവാനാണ് സാധ്യത എന്നാണ്. കാര്യം ഇത് എനിക്ക് നേരത്തെ ഒരു അനോണിമസ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. MS സൊല്യൂഷന് എന്നെ വിളിക്കുന്ന ഒരാളാണ്. MS നീ സൂക്ഷിച്ചോ, ഈ ക്രിസ്മസ് എക്സാമിന് നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോം നിന്നെയാണ്, ഞാൻ പറയുന്നില്ല ഇപ്പോൾ, കാര്യം അത് മൊഴി കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും വരുന്ന സാറോട് ഞാൻ പറയും, നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നിന്നെ വിശ്വസിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കളുടെയും ഉള്ളിലുള്ള വിശ്വാസം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ ആ ട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ തുടരും. അത്രയും ഒരു ഡിഗ്രേഡിങ് ടീമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നപ്പോൾ അത് കാര്യമാക്കിയില്ല, ഫ്രണ്ട്ലി ടോൾക്ക് ആയിരുന്നു. പക്ഷേ അതിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഇപ്പോൾ എന്തായാലും പിന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളിത് വരും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? അത് തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് സഹകരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ അവർക്ക് വേണോ അതൊക്കെ ഞാൻ കൊടുക്കാൻ റെഡിയാണ്. കാര്യം എൻ്റെ നിരപരാധിത്വം ഇപ്പോൾ തെളിയിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. ഇത്രയും മീഡിയകളിലും കേരളം ഒട്ടാകെ കുട്ടി 44 ലക്ഷം വരുന്ന ഇവൻ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെയും കുട്ടിയടക്കം MS സൊല്യൂഷൻ പേപ്പർ ചോർത്തി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അനീതിയാണ്, ഒരു നീതിയില്ലായ്മയാണ്. അപ്പം ഞാനത് ചോർത്തി എന്ന് പറയുമ്പോൾ ഞാൻ അനീതി കാണിച്ചു എന്നാണല്ലോ. അപ്പം ഞാൻ ഇത്രയും നിഷ്കളങ്കമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റേതായ റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല. ആ റിസൾട്ടിനെ കൃത്യമായി ഡൈല്യൂട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല സാർ. ഈ സൈലത്തിൻ്റെ പേരാണ് താങ്കൾ എടുത്ത് പറഞ്ഞത്, ഈ പ്രത്യേകിച്ച് കെമിസ്ട്രി ഉൾപ്പെടെയുള്ള. സൈലം മാത്രം ഞാൻ പറയുന്നില്ല, സൈലം പോലെയുള്ള. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമുകളുടെ പേരാണോ? പേരല്ല പറയല്ല, അവർക്ക് അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിക്കാൻ കാരണം എന്താ അവർക്കെതിരെ? കാര്യം ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ സാർ ഡിസംബർ മുതലാണ് ചോരുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡിസംബർ മുതലാണ് ഞാൻ മറ്റ് പ്ലാറ്റ്ഫോമുകളെ കോപ്പി അടിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ചോർച്ച വന്നത്. ഇതിനു മുന്നേ അവരുടെ ആ പറയപ്പെടുന്ന കഴിഞ്ഞ വർഷത്തെ 2023 ഓണപരീക്ഷയ്ക്കും ഇതുപോലെ തലേ ദിവസം ആ വർഷം വരെ 2023 വരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ക്രിസ്മസ് കെമിസ്ട്രിയും അതുപോലെ +1 +2 ഒക്കെ അവരുടേത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അവർ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞതേ വന്നിട്ടുള്ളൂ, സൈലം പറഞ്ഞതേ വന്നിട്ടുള്ളൂ, മറ്റ് പ്ലാറ്റ്ഫോം അവർ പറഞ്ഞതേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വ്യൂവേഴ്സ് അവർക്ക് കൂടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ് എ യൂട്യൂബർ ഞാനും അത് കൂട്ടാൻ ശ്രമിക്കുമല്ലോ. കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റും. ഞാൻ മറ്റ് ചാനലുകളെ കോപ്പി അടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പഠിച്ചത്. അതിലൊരു പ്രഡിക്ഷൻ എന്ന വാക്ക് കൊണ്ടുവന്നത് ഞാനാണ്. അതിന് മുന്നേ അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടേത് 100% ഷുവർ ക്വസ്റ്റ്യൻ എന്നായിരുന്നു അവരുടെ വാക്ക്. നിങ്ങൾക്കെതിരെ ആരോപണം വരുന്നത് കൊണ്ട് അവർക്കെതിരെ ബദൽ ആരോപണം ഉന്നയിക്കുന്നു, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് ആ വിഷയത്തിൽ? തീർച്ചയായിട്ടും അത് സംശയങ്ങൾ ഇപ്പം മീഡിയകൾക്കും സംശയമാണല്ലോ MS സൊല്യൂഷൻ ചോർത്തിയോ, അതുപോലെ MS സൊല്യൂഷൻസിന് സംശയം മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ചോർത്തിയോ എന്നുള്ളതാണ്. ഞാൻ അവരുടെ മേലേക്ക് ഇടുകയല്ല കേട്ടോ. കാര്യം എനിക്കെങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടി, ഞാൻ അവരുടേത് കോപ്പി അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രവചനം ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മെത്തേഡിൽ എവിടെയോ ഈ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ചാനലുകളിൽ കൂടിയും എന്നെപ്പോലെ സമഗ്രമായ രീതിയിൽ മറ്റ് യൂട്യൂബ് ചാനലുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും, എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർ തലേ ദിവസം ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനലുകളിലൊക്കെ സമഗ്രമായ രീതിയിൽ കേസ് അന്വേഷണം ഒരേപോലെ കൊണ്ടുപോകണം എന്നേ എനിക്ക് പറയാനുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി അടക്കം താങ്കളുടെയും അല്ലെങ്കിൽ MS സൊല്യൂഷൻ്റെ പേര് എടുത്ത് പറഞ്ഞാണ് പറഞ്ഞത്. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? പിന്നെ വിഷമമില്ലാതിരിക്കുമോ? കാര്യം എനിക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും അടക്കം, എൻ്റെ സ്വന്തം ജീവൻ അറിയുന്ന ഉപ്പക്കും ഉമ്മക്കൊന്നും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കടക്കം. കാര്യം ഞാൻ പേപ്പർ ചോർത്തിയെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിയമ നടപടിയായിട്ട് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്.
എൻ്റെ ഇക്കാക്കരെ ഇപ്പോൾ ഗൾഫിലുള്ളത് വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉള്ളത് ഫുഡ് കഴിച്ചു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാലോ, ഞാൻ കടൽ തീരത്ത് പോയിരുന്നിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ തവണ, കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ മെൻ്റലി പെട്ടെന്ന് ഡിപ്രഷൻ വരും. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പാട്, എനിക്ക് ജന്മന എൻ്റെ കാലിനൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ കാരണത്താൽ ഞാൻ ഈ 21 വയസ്സിൽ ഞാൻ കട്ടുമ്പോൾ കിടക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയതൊക്കെ. അത്രയ്ക്ക് ടെൻഷനിലൂടെ ഞാൻ പോയിട്ടും എന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ട് അന്വേഷിക്കണം. അത് അന്വേഷണം എവിടം വരെ പോകുമോ അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയണം സാർ. എൻ്റെ പേരല്ല, എനിക്ക് മറ്റ് യൂട്യൂബ് ചാനലുകളുടെയും ഉള്ളിലേക്ക് കേസ് അന്വേഷണം പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയണം സാർ. പിന്നെ ഏതെങ്കിലും വാർത്ത ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരോ വിളിക്കുകയോ ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായും ഒരു സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാറ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഇതുപോലെ പിന്നെ ആരോപണം ഉന്നയിച്ചപ്പോൾ എൻ്റെ പേരിൽ പിന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഭാഗത്തു നിന്ന് മൊഴി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓണപ്പരീക്ഷയ്ക്കും ഇതുപോലെ മലപ്പുറം സ്റ്റേഷൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തു. വളരെ കൃത്യമായിട്ട് സാറ് വളരെ നല്ല രീതിയിൽ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. ഞാൻ എല്ലാം DD ഓഫീസിൽ നിന്നുള്ള പിന്നെ ഒരു പരാതിയാണ്, നിൻ്റെ മൊഴിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സാറോട് ചോദിച്ചു, സാറേ നിൻ്റെ പേര് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. ആ നിലവിൽ നിൻ്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് പരാതി DD ഓഫീസിൽ ആ രാഷ്ട്രീയ സംഘടനകളടക്കം മാർച്ച് നടത്തിയപ്പോൾ സൈലത്തിൻ്റെ പേരടക്കം ഉണ്ടായിരുന്നു. സൈലവും MS സൊല്യൂഷൻ മറ്റ് പ്ലാറ്റ്ഫോം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് DDയുടെ പരാതി പോയപ്പോൾ അത് സൈലം എന്ന പേര് അവിടെ കാണുന്നില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. കാര്യം അത് ഈ ഒരു പരാതി ഇപ്പോൾ വന്നതിന് ശേഷം, ഈ ക്രിസ്മസ് പരീക്ഷ വന്നതിന് ശേഷം ആരെങ്കിലും വിളിക്കുകയോ ചോദിക്കുകയോ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല, ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല. കാര്യം ഞാൻ എപ്പോഴെങ്കിലും ഇവർ വിളിക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ ഒരു പിന്നെ വിളി വന്നിട്ടില്ല. മേ ബി ഇനി വീട്ടിൽ അറിയില്ല എനിക്ക് എങ്ങനെയാണെന്ന്. അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സഹകരിക്കുക എന്നേ ഉള്ളൂ. എന്തായാലും മൊഴി കൊടുക്കാനും ഞാൻ റെഡിയാണ്. എന്തായാലും ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല, അന്വേഷണവുമായി സഹകരിക്കും നിലപാടിൽ ഉറച്ചിരിക്കുകയാണ്. സാർ ചോർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സഹകരിക്കാൻ റെഡിയാണ്. ചോർത്തിയിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ മാറി നിൽക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ പോകേണ്ടത്. ഞാൻ ചോർത്തിയിട്ടില്ല സാർ. ഇപ്പം നിങ്ങളുടെ ചോദ്യങ്ങളിൽ പോലും ഞാൻ ചോർത്തി എന്നൊരു രീതിയിലേക്കാണ് വരുന്നത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. എന്തായാലും സൈലം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ കൃത്യമായിട്ട് അന്വേഷിക്കണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു വാക്കെന്ന് പറയുന്നത്. തീർച്ചയായും വളരെ വിശദമായി തന്നെയാണ് ഷുഹൈബ് സംസാരിച്ചത്. അതായത് പിന്നെ കുറേ നാളായിട്ട് യൂട്യൂബ് ചെയ്തു വരുന്നു, ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾ നൽകി വരുന്നു. സ്വാഭാവികമായും പ്രഡിക്ഷനിലേക്ക് വന്നു. മറ്റു സ്ഥാപനങ്ങൾ കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടല്ലോ, അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞു, അതുകൂടി പരിശോധിച്ചും അതിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ചെറിയ സമയത്തുള്ള പ്രഡിക്ഷനിലേക്ക് പോയതാണ്. പലതവണ ഇതിനു മുമ്പും ഇദ്ദേഹത്തിനെതിരെ ആരോപണം വന്നിരുന്നു. ആ സമയത്തൊക്കെ മൊഴിയെടുത്ത് പോയി, ഒന്നും ഉണ്ടായില്ല. വീണ്ടും തനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നു എന്നാണ് ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈലം ഉൾപ്പെടെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള അന്വേഷണം വേണം എന്ന് പറയുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ചോർച്ച അല്ലെങ്കിൽ തനിക്ക് ചോർന്ന് കിട്ടിയിട്ടില്ല, അതേസമയം ചോരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് വരാത്ത പ്രീവിയസ് ഇയേഴ്സിൽ വരാത്ത ക്വസ്റ്റ്യൻ വരെ പലതും വരുന്ന സാഹചര്യത്തിൽ എന്നാണ് മുഹമ്മദ് ഷുഹൈബ്, MS എന്ന പേര്, MS സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഷുഹൈബ് എന്നാണ് എൻ്റെ ഒരു ചുരുക്കപ്പേര്. അദ്ദേഹം ഇപ്പോൾ ആ കാര്യമാണ് പറയുന്നതായാലും പോലീസുമായിട്ടും മറ്റെല്ലാ അന്വേഷണവുമായി സഹകരിക്കുന്നതോടെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വളരെ വിവാദമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം നമ്മളുമായിട്ട് അഭിമുഖത്തിന് തയ്യാറായിരിക്കുന്നത്.